എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പാറ്റേണില് സയൻസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന, അയിരിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുമായി പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായി വൈദ്യുതി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവനയായിട്ട് വരുന്നത്, വൈദ്യുത വിശ്ലേഷണ ഫലമായി ആനോഡിൽ അലുമിനിയം ലഭിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ABCD എന്നും പറഞ്ഞ്. ഞാൻ എല്ലാ ഓപ്ഷൻസും ഒന്നും വായിക്കുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഒന്നും കൂടെ ഓർത്തിരിക്കുക, 1ഉം 2ഉം പ്രസ്താവനയായിട്ട് വരുന്നത് ഏതാണെന്നുള്ളത്. അലുമിനിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, അയിരിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുമായി പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ലോഹം വേർതിരിക്കുന്നതിന് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, PSC എക്സാമിനൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ആണെന്നുള്ളതും അറിയാം. എന്നാൽ ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറ്റിയാൽ അത് ഏത് രീതിയിൽ ചോദിക്കാമെന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയും. അതിവിടെ ആൻസർ ഓൾറെഡി തന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു കാരണം കൂടി പറയുകയാണ്. കോൺകേവ് ലെൻസുകൾ പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുകയും അവയെ റെറ്റിനയിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായത്? അങ്ങനെ നമുക്ക് ഇവിടെയും നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ABCD എന്നുള്ളത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് പ്രസ്താവനയും കാരണവും ശരിയാണ്. കൂടാതെ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മയോപ്പിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. അതിന്റെ കാരണമായി കൊടുത്തിരിക്കുന്ന കോൺകേവ് ലെൻസുകൾ പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുകയും അവയെ റെറ്റിനയിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്തുകോശങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ജീൻ തെറാപ്പിയിൽ വാഹകരായി വൈറസുകളെ ഉപയോഗിക്കുന്നതിന് കാരണം. അവിടെയും നമുക്ക് 4 പ്രസ്താവനകൾ പോലെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് ടിക്ക് ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ 4 എണ്ണം വായിക്കുകയാണ്. പ്രവർത്തനക്ഷമമായ ജീനിനെ വിത്തുകോശങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ബി ആയിട്ട് തന്നിരിക്കുന്നത്, തകരാറുള്ള കോശങ്ങളിലെ വൈകല്യമുള്ള ജീനുകളെ നശിപ്പിക്കുന്നു. സി ആയിട്ട് തന്നിരിക്കുന്നത്, ശരീരത്തിലെ വിത്തുകോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഡി, ശരീരകോശങ്ങളെ വിത്തുകോശങ്ങളാക്കി മാറ്റുന്നു. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് എ മാത്രമാണ്. വിത്തുകോശങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ജീൻ തെറാപ്പിയിൽ വാഹകരായി വൈറസുകളെ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? പ്രവർത്തനക്ഷമമായ ജീനിനെ വിത്തുകോശങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അതാണ് കാരണമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, PSC ഇതുപോലെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, മഴവെയിൽ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണെന്നുള്ളത്. പക്ഷെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാറ്റി ചോദിച്ചാൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. മഴവെയിൽ ഉണ്ടാകുമ്പോൾ ജലകണികകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 4 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വേഗം കൂടുന്നു. രണ്ടാമത്തേത്, ആന്തര പ്രതിപതനം സംഭവിക്കുന്നു. മൂന്നാമത്തേത്, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നു. നാലാമത്തേത്, അപവർത്തനം സംഭവിക്കുന്നു. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് രണ്ടാമത്തെയും നാലാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് മഴവിൽ ഉണ്ടാകുമ്പോൾ ജലകണികകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു? ആന്തര പ്രതിപതനം സംഭവിക്കുകയും ചെയ്യുന്നു, അപവർത്തനവും സംഭവിക്കുന്നു. ആന്തര പ്രതിപതനവും അപവർത്തനവും സംഭവിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീകോമിനന്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
നമുക്കിവിടെ 3 തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കാൻ പ്ലാസ്മിഡിനെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത്, 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. മൂന്നാമത്തേതായിട്ട് വന്നിരിക്കുന്നത്, 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ ലിഗേസ് എൻസൈം ഉപയോഗിക്കുന്നു. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് തന്നിരിക്കുന്നതിലെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ബാക്കി 2ഉം 3ഉമാണ് ശരി. അതായത് റീകോബിനന്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്ന പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവനയായ 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ ലിഗേസ് എൻസൈം ഉപയോഗിക്കുന്നു. അതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനയും കാരണവും പരിശോധിച്ച് നൽകിയിരിക്കുന്നതിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവനയായിട്ട് തന്നിരിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയെ ജൈവഘടികാരം എന്ന് വിളിക്കുന്നു. ഇത് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ജൈവഘടികാരം എന്ന് വിളിക്കുന്നത് എന്തിനെയാണെന്നുള്ളത്. പീനിയൽ ഗ്രന്ഥിയെയാണ് ജൈവഘടികാരം എന്ന് വിളിക്കുന്നത്. പ്രസ്താവന നമ്മുടെ ശരിയാണ്. ഇനി നമുക്ക് കാരണവും കൂടി ശരിയാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. കാരണം ആയിട്ട് പറയുന്നത്, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സുസജ്ജമാക്കുന്നു. ആ കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കാരണം പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ജൈവഘടികാരത്തെ, അതായത് ഉറക്കം, ഉണർവ്, ഇതിനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ജൈവഘടികാരം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന്റെ ഉറക്കത്തിനെയും ഉണർവിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ടാണ് പീനിയൽ ഗ്രന്ഥിയെ ജൈവഘടികാരം എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കാരണമായിട്ട് അടിയന്തര ഘട്ടത്തെ നേരിടാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിനാണ്. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന കാരണം തെറ്റാണ്, പ്രസ്താവന ശരിയുമാണ്. അതായത് പ്രസ്താവന പീനിയൽ ഗ്രന്ഥിയെ ജൈവഘടികാരം എന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അവയുടെ ധർമ്മവുമാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ചെവിക്കുടയാണ്. ചെവിക്കുടയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണ്. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. അതാണ് അതിന് മാച്ച് ചെയ്ത് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് അസ്ഥി ശൃംഖലയാണ്. അസ്ഥി ശൃംഖലയുമായി ബന്ധപ്പെട്ട് വരുന്നത് കർണപടത്തിന്റെ കമ്പനങ്ങളെ ഓവൽ വിൻഡോയിൽ എത്തിക്കുന്നു. അസ്ഥി ശൃംഖല കർണപടത്തിന്റെ കമ്പനങ്ങളെ ഓവൽ വിൻഡോയിൽ എത്തിക്കുന്നു. മൂന്നാമതായിട്ട് വരുന്നത് കോക്ലിയയാണ്. കോക്ലിയയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത്. കോക്ലിയയുമായി ബന്ധപ്പെട്ട് വരുന്നത് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. അസ്ഥി ശൃംഖല കർണപടത്തിന്റെ കമ്പനങ്ങളെ ഓവൽ വിൻഡോയിൽ എത്തിക്കുന്നു. കോക്ലിയ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പവർ പോസിറ്റീവായ ലെൻസ് ഏതാണ്? പവർ പോസിറ്റീവായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. പവർ പോസിറ്റീവായ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.